ബാക്ക് ടു ചായയും കാപ്പിയും. ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഒരു കുഞ്ഞ് കേരള ട്രിപ്പ്. ഓക്കെ, ഒരു 1 ഡേ ട്രിപ്പാണ്. ഐ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ഇറ്റ്. സോറോ നല്ല ഉറക്കമാണ്. ഞങ്ങൾ 3 പേരും കൂടെയാണ് പോകുന്നത്. സോറോ നല്ല സുഖമായിട്ട് ബാക്ക് സീറ്റിൽ കയറി കിടന്നുറങ്ങുന്നുണ്ട്. ഒരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇപ്പോൾ എന്താണ് ഇത്, ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ ഒരു 1 വീക്ക് പ്ലസ് ആയി. അപ്പോഴേ നല്ല മഴയായിരുന്നു കേരളത്തിൽ. ബോർഡർ അങ്ങോട്ട് കടന്നതും ഭയങ്കര മഴ. ഇടയിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഞങ്ങൾക്ക് മഴയില്ലാണ്ടിരുന്നു. ബാക്കി ഫുൾ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയത്. നോർമലി നമുക്ക് കോയമ്പത്തൂർ ടു തൃശ്ശൂർ പറയുമ്പോൾ ഒരു 2 to 2.5 hours എത്താൻ പറ്റും. പക്ഷേ അത് ഞങ്ങൾ എക്സ്ട്രാ ടൈം എടുത്തിട്ടാണ് എത്തിയത് ബിക്കോസ് ഓഫ് ദിസ് മഴ. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫീലായിരുന്നു ഇങ്ങനെ മഴയത്തെ ഒരു ലോങ് ഡ്രൈവ് എന്ന് പറയുന്ന പോലെ. എസ്പെഷ്യലി ഞാൻ എൻ്റെ കോളേജിലേക്ക് പോവാണ്. എത്ര വർഷം കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 10+ years കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കോളേജിലേക്ക് പോവുകയാണ്. കോളേജും സ്കൂളും നാടും വീടും എല്ലാം ഒന്ന് ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാൻ പോവുകയാണ് ഞങ്ങൾ. So I hope you guys will enjoy this video. This is very close to my heart. ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ച ഒരു ചെറിയ വീഡിയോ ആണ്. സോ അത് ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഓർത്തിരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. കേരളത്തിൽ വന്നാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? ഈ പാടവും പച്ചപ്പും ഈ പുഴകളും ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും സംസാരിക്കാനേ തോന്നില്ല. നമുക്കിങ്ങനെ ജസ്റ്റ് ഇതെല്ലാം കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് പോകാൻ തോന്നും. സോ അങ്ങനെ ഒരു ഫീലിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. സോറും ഭയങ്കര എൻജോയ് ചെയ്തു. അവനും ഈ നിറയെ പച്ചപ്പേടക്കൊക്കെ ഞങ്ങൾ വിൻഡോ എല്ലാം താഴ്ത്തിയിട്ട് അവന് ആ സ്മെല്ല് കിട്ടാനും ആ ഒരു ഫീല് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് അവനെയും കുറച്ച് നേരമൊക്കെ പുറത്തൊക്കെ ആക്കി. അവന് നല്ലോണം എൻജോയ് ചെയ്തു ഈ സീനറിയും ഈ ഡ്രൈവും എല്ലാം. അങ്ങനെ ഞങ്ങളുടെ കോളേജ് എത്തി. ഞങ്ങളുടെ അല്ല കേട്ടോ, എൻ്റെ കോളേജ് എത്തി. ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കോളേജിൽ. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റേ ഇപ്പോൾ ഇല്ല പറയുന്നു. അപ്പോൾ അധികം നേരമൊന്നും അവിടെ നിന്നില്ല. ഞങ്ങൾ പോയ ഒരു കാര്യത്തിനായിരുന്നു, അത് തീർത്തു. പഴയ ഒരു പഠിപ്പിച്ചിരുന്ന ഒരു സാറുണ്ടായിരുന്നു, സാറിനൊക്കെ മീറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ടു. നല്ല രസമായിരുന്നു. ഒരു മിക്സ്ഡ് ഇമോഷനായിരുന്നു അവിടെ പോയി കഴിഞ്ഞപ്പോൾ. നന്നായിട്ടുണ്ടായിരുന്നു. അത് പറയാൻ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിട്ടത് എൻ്റെ സ്കൂളിലേക്ക്. ഞാൻ 10th വരെ പഠിച്ച സ്കൂളിൽ. പക്ഷേ സ്കൂൾ ആകെ മാറി. സാധാരണ ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിൽ എൻ്റെ സ്കൂളായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഐ ലവ് DRS എന്നൊക്കെ എഴുതി വെച്ചിട്ട് എന്തൊക്കെയോ ആക്കി. ഭയങ്കര ചേഞ്ചസ് എൻ്റെ സ്കൂൾ തന്നെയാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പോലും പറ്റിയില്ല. ജസ്റ്റ് അവിടെ പോയി. അത് നല്ല മെമ്മറി ആയിരുന്നു. സ്കൂൾ ഡേയ്സ് വാസ് ദ ബെസ്റ്റ്. അടിപൊളിയായിരുന്നു. സ്കൂളിലേക്കുള്ള വഴിയും എല്ലാം അങ്ങനെ. സോറോ ആണെങ്കിൽ അവിടുത്തെ സ്മെല്ലെല്ലാം കിട്ടിയിട്ട് അവിടെ ഫുൾ തലയൊക്കെ ഇട്ട് നോക്കി. ഫുൾ ഫണ്ണായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് നേരെ എൻ്റെ നാട്ടിലേക്കാണ്. എൻ്റെ വീട്, എൻ്റെ കസിൻസിൻ്റെ വീട് എല്ലാം കണ്ട് ഞങ്ങളത് കൂടെ പോയി. നല്ല മഴയായിരുന്നതുകൊണ്ടായിരിക്കാം ആരും പുറത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങനെ ഫുൾ എൻ്റെ വീടിൻ്റെ വഴികളും ആ വില്ലേജ് റോഡും എല്ലാം ഇങ്ങനെ കറങ്ങി. കുറേ മെമ്മറീസ് വന്നു കേട്ടോ. ഇത് ഒരിക്കലും ഷെയർ ചെയ്യണ്ടെന്ന് വിചാരിച്ചു ഞാൻ ഈ വീഡിയോ. പക്ഷേ ശരി, ഒരു മെമ്മറി ആയിട്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ നാടും എൻ്റെ നാട്ടുവഴികളും കുട്ടിക്കാലത്തെ കുറേ നല്ല ഓർമ്മകളും. ചീത്ത ഓർമ്മകളൊന്നും നമ്മൾ ഓർക്കാൻ പാടില്ലല്ലോ. ഇതൊക്കെ എൻ്റെ കസിൻസിൻ്റെ വീടുകളാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകണത് എങ്ങോട്ടാന്ന് വെച്ചാൽ, പണ്ടൊക്കെ അത്ര ഒന്നും ഡെവലപ്പ് ആകാണ്ടിരുന്നിരുന്ന ഒരു സ്ഥലമുണ്ട്, സ്രായിക്കടവ് എന്ന് പറയും. അപ്പോൾ അവിടെ ജസ്റ്റ് 2 സൈഡിൽ പുഴ, നടുക്കൊരു റോഡ്, അത്ര തന്നെ ചെറുതായിട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അവിടെ ഭയങ്കര ഡെവലപ്പായി എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ വിചാരിച്ചു ചുമ്മാ നമുക്ക് അവിടെ വേറെ ഒന്ന് പോയിട്ട് അങ്ങനെ ആ വഴിക്ക് അങ്ങനെ റിട്ടേൺ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ എത്തിയ സമയത്ത് മഴ ലൈറ്റായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല ക്ലിയറായിട്ട് കാണാനെല്ലാം പറ്റി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ
അവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഈ മൂവിയിലെല്ലാം കാണില്ലേ, അതേമാതിരി ഒരു സ്ഥലം കാണിച്ചു തരാം. നിങ്ങൾക്കുണ്ടാവില്ലേ ഇതേപോലെ കുട്ടിക്കാലത്തെ കുറേ മെമ്മറീസും ഒക്കെ, ഒരു സ്ഥലം പോയി കാണണം അങ്ങനെയൊക്കെ കുറേ ആഗ്രഹങ്ങളുണ്ടാവില്ലേ? അതേപോലെ എനിക്കുള്ള ഒരു ആഗ്രഹമാണ് ഈ സ്ഥലങ്ങളൊക്കെ, ഈ കുഞ്ഞു കുഞ്ഞ് സ്പോട്ടുകൾ. നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് പോയതായാലും കസിൻസായിട്ട് പോയതായാലും അങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ. സോ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ ഇപ്പോൾ ഒരുപാട് ഡെവലപ്മെൻ്റായി. ഇവിടെ കാർ പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമായി. കുറേ കുട്ടി കുട്ടി ചായക്കടകളുണ്ട്. ഞങ്ങളവിടെ ഇറങ്ങി കുറച്ച് ചായയും കോഫിയും എല്ലാം കുടിച്ചു. സോറാണ് ഏറ്റവും കൂടുതൽ ഫൺ ചെയ്തത്. അവന് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ അവന് വെള്ളം കണ്ടാൽ ചാടണം മീൻസ് നമ്മളും കൂടെ ഇറങ്ങുകയാണെങ്കിൽ അവന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അവന് വെള്ളമൊക്കെ കണ്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഭാഗ്യത്തിന് മഴയെല്ലാം നിന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ പറ്റി. അടിപൊളി സ്ഥലമാട്ടോ, ഇത് പറയാതെ വയ്യ. പിന്നെ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. കാരണം ഒരുപാട് പേര് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് എനിക്ക് എൻ്റെ വീഡിയോസിന് സപ്പോർട്ട് കിട്ടുന്നത്. അത് വലിയ മൈൽ സ്റ്റോൺസ് ആയിരിക്കാം, ഭയങ്കര സന്തോഷം. നിങ്ങൾ കാണുന്നത്, ലൈക്ക് ചെയ്യുന്നത് എല്ലാം എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. ഇതേപോലെ തന്നെ കീപ് സപ്പോർട്ടിങ്, കീപ് അസ് ഇൻ യുവർ പ്രേയേഴ്സ്. താങ്ക് യു സോ മച്ച്. എന്ത് മീനാ? സോറ് നോക്ക്. തുപ്പി അവർ വരും, ഓടി വരും. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ബീച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് നമുക്ക് ഈ ഒരു നമ്മൾ സെറിനിറ്റിക്കൊക്കെ പോകാമെന്ന് പറയില്ലേ, നമ്മളൊരു ഡീടോക്സ് ചെയ്യാൻ വേണ്ടി പോകില്ലേ, നമുക്ക് ഭയങ്കര വിഷമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബ്ഡ് മൈൻഡിൽ നിന്നൊക്കെ പോകണമെന്ന് വിചാരിക്കണം. ഫസ്റ്റ് മനസ്സിൽ വരുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ബീച്ചാണ്. അത് എവിടുത്തെ ബീച്ച്, എന്ത് ബീച്ച് എന്നൊന്നുമില്ല, എനിക്ക് ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൻ്റെ ആ സൗണ്ടും അത് തരുന്നൊരു റിലാക്സേഷനും. സത്യം പറഞ്ഞാൽ ഞാൻ വെള്ളത്തിൽ ചാടും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ കളിക്കാൻ. പക്ഷേ ഇവിടെ ഭയങ്കര റെഡ് അലേർട്ടായിരുന്നു, ഭയങ്കര ഹൈ ടൈഡ് ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് അവിടെ നിറയെ പോലീസും സെക്യൂരിറ്റി എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കുറേ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഇതേപോലെ ബീച്ചൊക്കെ കാണാൻ വേണ്ടി വന്നതായിരിക്കും. ഞാൻ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറും ഭയങ്കര ടെൻഷനാണ്, അവനും കൂടെ വരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ബീച്ചിൽ ഇറങ്ങാനോ കാല് വയ്ക്കാനൊന്നും പോയില്ല. കാരണം ഇവിടെ കുറച്ച് സെക്യൂരിറ്റി ടൈറ്റായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മളായിട്ട് ഇറങ്ങിയിട്ട് പിന്നെ അവരും ഇറങ്ങി മൊത്തത്തിൽ പ്രശ്നമുണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ ഇറങ്ങിയില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞു, നമുക്ക് കഴിഞ്ഞിട്ടൊരു പ്രൈവറ്റ് പോലത്തെ സ്ഥലമുണ്ട്, അധികമൊന്നും ആൾക്കാരില്ലാത്ത, നമുക്ക് അവിടെ പോകാം. എനിക്ക് കാലം ഒരു തവണയെങ്കിലും ബീച്ചിലെത്തിയിട്ട് വെള്ളം നനച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ എന്തായാലും ഒരു തവണ വെള്ളം നനയ്ക്കണം. നമുക്കത് അടുത്ത സ്ഥലത്ത് പോയിട്ട് നനയ്ക്കാം. നല്ല കാറ്റ്, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇത് ഏകദേശം ഒരു ലഞ്ച് ആ ഒരു ടൈമാണ്, 2:33 ആ സമയമാണ്. പക്ഷെ വെയിലൊന്നുമില്ല, മഴക്കാറായതുകൊണ്ട് വെയിലൊന്നുമില്ല, നല്ല വെതറായിരുന്നു, നല്ല രസമായിരുന്നു. അവിടെ ഇനിയും കുറേ നേരം ഇരിക്കണം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഓൾറെഡി ഒരു റോപ്പൊക്കെ കെട്ടിയതിന് ഞങ്ങൾ ക്രോസ് ചെയ്തിട്ടാണ് അപ്പുറത്ത് പോയത്. അപ്പോൾ ഇനിയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സോ അതുകൊണ്ട് ഞങ്ങൾ വെറുതെ കുറച്ച് നേരം ഇരുന്ന് വെള്ളത്തിലൊന്നും ഇറങ്ങി
സോറോനെ അത് ഭയങ്കര എൻജോയ് ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ടിൽ അവൻ അങ്ങനെ ഒരു വാക്ക് വിളിച്ചിട്ട് പോവാ. അതാ 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 വെറുതെ പേടിപ്പിച്ച അത്ര. നിങ്ങൾക്കൊക്കെ ബീച്ചാണോ കൂടുതൽ ഇഷ്ടം, മൗണ്ടൻ ആണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് മൗണ്ടൻ ഇഷ്ടമാണ്, പക്ഷേ അതിനേക്കാളും കൂടുതൽ ഇഷ്ടം ബീച്ചാണ്. പക്ഷെ നല്ല വെയിലുള്ളപ്പോഴൊന്നും ഞാനും ബീച്ചിലൊന്നും പോയില്ല. എനിക്ക് സൺറൈസും സൺസെറ്റും വെള്ളത്തിൽ ചാടണ ഭയങ്കര ഇഷ്ടമാണ്. അത് വെള്ളത്തിൽ ചാടണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ ചാടാ എപ്പോഴും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്കും ഭയങ്കര ഇഷ്ടം. സോറോ പിന്നെ ഞങ്ങൾ ജസ്റ്റ് സോറോനൊരു വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോയി. അവൻ കുറേ നേരമായിട്ട് വണ്ടിയിൽ തന്നെ ആയിരുന്നു, ഈ മഴയും ഒക്കെ ആയതുകൊണ്ട് പിന്നെ കോളേജിലൊന്നും അവനെ ഇറക്കാനും പറ്റില്ലല്ലോ. സോ അവനായിട്ട് ജസ്റ്റ് ഒരു വാക്കിങ്ങിനൊക്കെ വന്നു. അവൻ്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നമ്മൾ ഏൽപ്പിച്ചു. ഒരു അടിപൊളി കുതിര കൊണ്ടുപോയി. മെലിഞ്ഞിട്ടുണ്ട്, സ്ലിം ബ്യൂട്ടി ആയിട്ട്. സോറോ കുതിരയിലൊന്നും മൈൻഡ് ആക്കിയില്ല. സോറോ അവിടെ അവൻ്റെ കാര്യം നോക്കിയിട്ട് അങ്ങനെ ഇരുന്നു. അപ്പം ഞങ്ങളിനി ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്, ജസ്റ്റ് ഒരു 500 മീറ്റേഴ്സ് 600 മീറ്റേഴ്സ് അവിടെ പോയി കഴിഞ്ഞാൽ അടുത്ത ബീച്ചുണ്ട്. ബീച്ച് പറഞ്ഞാൽ ഈ സെയിം ബീച്ചിൻ്റെ തന്നെ, പക്ഷെ അവിടെ ഒരു നല്ല ആംബിയൻസ് ആയിരിക്കും. അവിടെ ആക്ച്വലി ഒരു പുഴ വന്ന് ബീച്ചിലും കൂടെ ചേരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ആകുമ്പോൾ ഇത്ര സെക്യൂരിറ്റിയും ഇത്ര തിരക്കും ഉണ്ടാവില്ലേ, ഭയങ്കര കൊമേഴ്ഷ്യലൈസ് അല്ലാത്തൊരു സ്ഥലം. അപ്പോൾ ഞങ്ങൾ അടുത്തത് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങനെ പുറപ്പെടുകയാണ്. സോറോനാണെങ്കിൽ റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരെ വേണ്ട. അവൻ റോട്ടിൽ തേരാ പാര പറഞ്ഞിട്ടാണ് നടക്കുക. അതുകൊണ്ടാണ് പ്രശ്നം. വണ്ടി എവിടെ നിന്ന് വേണമെങ്കിലും വരുമല്ലോ. അപ്പോൾ ഭയങ്കര കെയർഫുള്ളായിരിക്കണം നമ്മൾ. ഇതാണ് ഞാൻ പറഞ്ഞത് അടുത്ത സ്ഥലം. ആ കാണുന്ന വൈറ്റ് കളറില്ലേ, അതൊരു റിസോർട്ടാണ്, അടിപൊളി റിസോർട്ട്. ഇത് അടിപൊളിയായിരുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെയാണ് പുഴ വന്നിട്ട് കടലിൽ ചേരുന്ന സ്ഥലമൊക്കെ. നന്നായിട്ടുണ്ടായിരുന്നു. കുറേ വണ്ടികളൊക്കെ ഉണ്ട്, പക്ഷെ ആളുകൾ കുറവായിരുന്നു. വണ്ടികൾ നിർത്തി വെച്ച് അവർ വേറെ എവിടേക്കോ പോയി തോന്നുന്നുണ്ട്. ഇവിടെ ഇനിയും നല്ല ആംബിയൻസ് ആയിരുന്നില്ല, ഒന്നുകൂടെ സൈലൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ബീച്ചിൻ്റെ സൗണ്ട് മാത്രമായിട്ട് നമുക്ക് വേറെ ആളുടെ സൗണ്ട് ഉണ്ടായിരുന്നു. സോ ഇവിടെ ഞാൻ തീരുമാനിച്ചു, ഇവിടെ ഞാൻ വെള്ളത്തിലിറങ്ങി തന്നെ ആവുന്നത്. സോറോ അവിടെ കിടക്കുന്ന ബഹളമായിരുന്നു, അവൻ വരുന്നത്. പക്ഷെ അവൻ ഞങ്ങൾ കൊണ്ടുപോയില്ല. അവനെ നനച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഫുൾ ടൈം അടിയിലിരുന്നിട്ട് വെള്ളം നനഞ്ഞ് അവനെ ഞാൻ വഴി വെച്ചിട്ടുണ്ട്. സോ അവനെ ഞങ്ങൾ വെള്ളത്തിലേ ഇറക്കിയില്ല. ഞാൻ ഇറങ്ങുമ്പോൾ അവന് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ജസ്റ്റ് കാല് മാത്രം നനച്ചു. ഭയങ്കര നല്ല ഫീലായിരുന്നു. സോറോ പുറത്ത് ഡോഗ്സിനെ കണ്ടിട്ട് ഫുൾ ബഹളം, ഓടി കയറിയിട്ട് അവിടെ കയറി നിന്നിട്ടാ. പക്ഷെ കോമഡി അതൊന്നും ആയിരുന്നില്ല. അവിടെ നിന്ന് അവൻ ഇറങ്ങാൻ പേടി, ഇറങ്ങുന്നേ ഇല്ലായിരുന്നില്ല. കയറുമ്പോൾ അവൻ അറിഞ്ഞേ ഇല്ല ഡോഗിനെ തുരത്താൻ വേണ്ടിയിട്ട് ഓടിയതാണ്. പക്ഷെ ഇറങ്ങാൻ വിളിച്ചിട്ടേ വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതേ ഫ്രണ്ടിൽ ഡോഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൻ അങ്ങനെ ചാടി വന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവൻ അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടു. ഇപ്പം നമ്മൾ തൃശ്ശൂർ ടൗണിൻ്റെ അവിടെ എത്താറായി. നമ്മൾ തൃശ്ശൂർ ടൗൺ വഴി അങ്ങനെ പിന്നെ പാലക്കാട് കയറി കോയമ്പത്തൂർ വരാനാണ് പ്ലാന്. സോ ഞങ്ങളൊരു സ്പോട്ട് നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം കേരളത്തിൽ വന്നാൽ നമുക്ക് നല്ല ഷാപ്പിൽ ഫുഡ് കഴിക്കാനാണ് ഫസ്റ്റ് തോന്നുക. നല്ല സ്പൈസി ആയിട്ട് ബീഫും പോർക്കും പിന്നെ എന്താ പറയുക, ചിക്കനല്ലല്ലോ അതിനെ, കാട, ഇതൊക്കെ കഴിക്കണമെന്ന് ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട്. പാലക്കാടാണ് ഏറ്റവും അങ്ങനത്തെ ഒക്കെ ബെസ്റ്റ് ഫുഡ് കിട്ടുക. അപ്പോൾ നമ്മൾ തൃശ്ശൂരൊക്കെ വിട്ട് പാലക്കാട് എത്തിയിട്ട് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, കുതിരാൻ ഇവിടെ എത്തിയാൽ നമുക്ക് വീഡിയോ എടുക്കാൻ അറിയാണ്ട് തോന്നിപ്പോകും.
കുതിരാൻ ടണൽ. ഇനി നമ്മൾ നേരെ കഴിക്കാനാണ് പോണത്. ശരിക്കും ഞങ്ങൾക്ക് കുറച്ച് ഡൈവേഷനൊക്കെ എടുത്തിട്ട് ഇച്ചിരി ഉള്ളിൽ പോകേണ്ടി വന്നു ഈ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ പകൽ വന്നാൽ ഇനിയും അടിപൊളിയാണെന്ന് അവർ പറഞ്ഞു. കാരണം പകൽ വന്നാൽ നമുക്കൊരു പുഴേൻ്റെ വക്കത്തൊക്കെ അവിടെയൊക്കെ ഇരുന്നിട്ട് കഴിക്കാൻ നമുക്ക് പറ്റും പറഞ്ഞു. നമ്മൾ രാത്രി ആയതുകൊണ്ട് ക്ലോസിങ് ടൈമും ആയിരുന്നു. പക്ഷേ നല്ല നല്ല ഹോസ്പിറ്റാലിറ്റി ആട്ടോ, ഭയങ്കര സ്വീകരണം. നമുക്ക് ഫാമിലി റൂം പോലൊക്കെ ഇരുന്നിട്ട് കഴിക്കാൻ പറ്റി, പ്രൈവസി എല്ലാം ഉണ്ട്. പിന്നെ നല്ല ഫുഡുമായിരുന്നു, പറയാതെ വയ്യ. കാടയാവട്ടെ, പിന്നെ ബീഫ്, പോർക്ക് എല്ലാം സൂപ്പറായിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല എൻജോയ് ചെയ്ത് വയറ് നിറയെ ഫുഡ് കഴിച്ച് എന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്നത്. സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊരു ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പായിരുന്നു കേട്ടോ. ഞങ്ങളൊരു ഒരു വർക്കിന് വേണ്ടി പോയി, വർക്ക് ഫിനിഷ് ചെയ്ത് സെയിം ഡേ തന്നെ നമ്മൾ കോയമ്പത്തൂരിലേക്ക് റിട്ടേൺ ആണ്. ഈ സ്ഥലത്തിൻ്റെ പേര് കാർഗിൽ കള്ള് ഷാപ്പ് എന്നാണ് കേട്ടോ. നെക്സ്റ്റ് ടൈം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് കാർഗിൽ കള്ള് ഷാപ്പ് പറഞ്ഞിട്ട് ഗൂഗിളിൽ ഇട്ടാൽ മതി. സോറോനെ ഞങ്ങൾ വണ്ടീൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ പോയത്, കാരണം കഴിക്കാൻ പോകണടത്തൊന്നും ഞങ്ങൾ അവനെ കൊണ്ടുപോകാറില്ല അങ്ങനെ അധികം. സോ അവൻ വണ്ടീൻ്റെ ഉള്ളിൽ സുഖമായിട്ട് കിടന്നുടങ്ങുന്നു. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.